നമസ്കാരം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം ഈ ലാപ്പിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടു കാണും. ഏതാനും ചില പ്രോനൗൺസ് നമ്മൾ പരിചയപ്പെട്ടു. ഐ, മൈ, മൈൻ ആൻഡ് മീ. ഞാൻ, എൻ്റെ, എൻ്റേത്, എന്നോട്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഏതാനും ചില പ്രോനൗൺസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും എന്നാൽ വളരെയധികം പഠിച്ചു വെച്ചാൽ വളരെയധികം പ്രയോജനപ്പെടുന്നതുമായ ഏതാനും ചില ടോപ്പിക്കുകളാണിത്. ഇത് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. സാധാരണയായി കോമൺലി യൂസ്ഡ് എന്ന് പറയാവുന്നത് പോലെയുള്ള വേർഡ്സാണിത്. ഈ പ്രോനൗൺസ് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി 3-4 ക്ലാസ്സുകൾ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഹി, ഹിസ്, ഹിസ് ആൻഡ് ഹിം. ഹി, ഹിസ്, ഹിസ് ആൻഡ് ഹിം. ഹി, ഹിസ്, ഹിസ് രണ്ടും ഒന്ന് തന്നെയാണ്, കേൾക്കുമ്പോൾ ഒന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അതിൻ്റെ റെലവൻസ്, അതിൻ്റെ സാങ്കത്യം വ്യത്യസ്തമാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആദ്യമായി ഹി. ഐ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഐ എപ്പോഴും ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വരിക. അതൊരു പ്രോനൗൺ ആണ്. ഒരു നൗൺ പല പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് പകരമായി ഉപയോഗിക്കുന്ന വേർഡാണ് ഒരു പ്രോനൗൺ. അപ്പോൾ ഞാൻ, എൻ്റെ പേര് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന് പകരം ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഐ, അത് ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ്. സബ്ജക്റ്റ് നമുക്കറിയാം, ഒരു സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്, പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ഐ വരുന്നത്. ഐ ഒരു പ്രോനൗൺ ആണ്, അതോടൊപ്പം തന്നെ അതൊരു സബ്ജക്റ്റും കൂടിയാണ്. ഈ ക്ലാസ്സിലെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഹി. ഹി എന്നാൽ അവൻ എന്നാണ് അർത്ഥം. അദ്ദേഹം എന്നും അർത്ഥമുണ്ട്. അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഇതും ഒരു സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന ഒരു പ്രോനൗൺ ആണ്. ഒരു വ്യക്തിയുടെ പേര് ആവർത്തിച്ച് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വേർഡ്, അതായത് വേർഡ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ എന്നാണ് പറയുന്നത്. ഒരു വേർഡിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് പ്രോനൗൺ. അപ്പോൾ അതോടൊപ്പം തന്നെ അതൊരു സബ്ജക്റ്റുമാണ്. അതൊരു സബ്ജക്റ്റ് പ്രോനൗൺ ആണ്. ഏതാനും ചില എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സാധാരണ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. എങ്കിൽ നമ്മൾ കാര്യം മനസ്സിലാക്കി ഉപയോഗിക്കുമ്പോൾ അതിന് കൂടുതൽ അർത്ഥം കൈവരും. ഹി വളരെ കോമൺ ആണ്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒത്തിരി എക്സാമ്പിൾസിലൂടെ നമ്മളിത് പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ ഏതാനും ചില എക്സാമ്പിൾസ് നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. അതൊരു ഓർമ്മ പുതുക്കലിന് വേണ്ടി അത് ആകട്ടെ. ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഡോക്ടർ. ഹി ആണ് ആ സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ്. ഹി എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. അപ്പോൾ ഹീയുടെ ഉപയോഗം നമ്മൾ കണ്ടല്ലോ. ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് ഗോയിങ് ടു മാർക്കറ്റ്. അവൻ മാർക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൻ അല്ലെങ്കിൽ അദ്ദേഹം മാർക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ഹി ആണ്. അത് സബ്ജക്റ്റ് ആണ്. ഹി ഈസ് ഗോയിങ് ടു മാർക്കറ്റ്. ചന്തയിലേക്ക്, മാർക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അവിടെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ഹി ആണ്. അതുകൊണ്ട് ഹി അതിൻ്റെ സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ പേരിന് പകരമായിട്ടാണ് നാം ഹി അവിടെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഹി ഒരു സബ്ജക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ അതൊരു പ്രോനൗണുമാണ്. ഹി ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി സ്കോൾഡഡ് ഹിസ് ചൈൽഡ്. കുട്ടിയെ അദ്ദേഹം വഴക്ക് പറഞ്ഞു. ഹി സ്കോൾഡഡ്. ഹി സ്കോൾഡഡ് സെൻറ്റൻസിനകത്ത് അത് വ്യക്തമാണ്. ഹി സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹി ഒരു പ്രോനൗൺ കൂടിയാണ്. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വേർഡാണ് ഹിസ്. ഹിസ്. ഹിസ് എപ്പോഴും ഒരു ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അവൻ്റെ എന്നാണ് അർത്ഥം. ഹിസ് ഹൗസ് ഈസ് ബിഗ്. അവൻ്റെ വീട് വളരെ വലുതാണ്. അവൻ്റെ എന്ന് പറയുമ്പോൾ അതൊരു പൊസഷനാണ്, അതൊരു ഉടമസ്ഥാവകാശമാണ്. അതുപോലെ തന്നെ അത് ഒരു ആഡ്ജക്റ്റീവും കൂടെയാണ്. എന്തുകൊണ്ടാണ് അതൊരു ആഡ്ജക്റ്റീവ് ആകുന്നത്? ഒരു ആഡ്ജക്റ്റീവ് ആകുന്നത് ഹിസ് ഹൗസ്. ആ ഹൗസ് എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ്. ഹൗസിൻ്റെ പ്രത്യേകത എന്താ? ആ ഹൗസിൻ്റെ പല പ്രത്യേകതകൾ പറയാം. അത് വലുതാണ്, ചെറുതാണ്, മനോഹരമാണ്, ഭംഗിയുള്ളതാണ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഹൗസിനൊരു പ്രത്യേകതയുണ്ട്. അത് അവൻ്റെ വീടാണ്. അപ്പോൾ ആ ഹൗസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്, അതൊരു ക്വാളിഫയിങ് വേർഡാണ് ഇവിടെ ഹിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ് ഹൗസ് അതൊരു ഉടമസ്ഥതയാണ്, അതൊരു ആഡ്ജക്റ്റീവാണ്. ഒപ്പം തന്നെ അതൊരു പ്രോനൗണിൻ്റെ ഫംഗ്ഷനും അത് ചെയ്യുന്നുണ്ട്. ഹിസ് ഹൗസ് ഈസ് ബിഗ്. അവൻ്റെ വീട് വലുതാണ്. ഹിസ് ഹൗസ്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹിസ്
കാർ ഈസ് വെരി എക്സ്പെൻസീവ്. ഹിസ് കാർ ഈസ് വെരി എക്സ്പെൻസീവ്. അവൻ്റെ കാറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് എക്സ്പെൻസീവ് ആണ്, വളരെയധികം ചെലവ് കൂടിയതാണ്. അപ്പോൾ ഹിസ് കാർ, ഹിസിൻ്റെ സ്ഥാനം നമ്മൾ കണ്ടല്ലോ, അതൊരു പൊസഷനാണ്, ഒരു ഉടമസ്ഥാവകാശമാണ്. ഹിസ് കാർ ഈസ് എക്സ്പെൻസീവ്. മറ്റൊരു സെൻറ്റൻസ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഹിസ് ബ്രദർ ഈസ് എ ടീച്ചർ. ഹിസ് ബ്രദർ ഈസ് എ ടീച്ചർ. അവൻ്റെ സഹോദരൻ ഒരു അധ്യാപകനാണ്. ഹിസ് ബ്രദർ. ഹിസ് ഡോഗ് ഈസ് ബാർക്കിംഗ്. അവൻ്റെ പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ് ഡോഗ് ഈസ് ബാർക്കിംഗ്. ഹിസ് ഡോഗ്. ആ ഡോഗിൻ്റെ ഉടമസ്ഥനാണ് അവൻ, അതുകൊണ്ട് ഹിസ് ഡോഗ് ഈസ് ബാർക്കിംഗ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹിസ് ഐസ് ആർ ബ്ലൂ. അവൻ്റെ കണ്ണുകൾ നീല നിറമാണ്. ഹിസ് ഐസ് ആർ ബ്ലൂ. ഹിസ് ഐസ്, കണ്ണിൻ്റെ പ്രത്യേകതയാണ് ഹിസ് എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഒരു വിശേഷണമാണ് ഹിസ് ഐസ് എന്ന് പറയുന്നത്, വേറെ ആരുടെയും അല്ല. അവൻ്റെ കണ്ണിൻ്റെ പ്രത്യേകതയാണ് ഹിസ് ഐസ് എന്നുള്ളത്. അപ്പോൾ ഹിസ് ഐസ് ആർ ബ്ലൂ. ഇതാണ് ഹിസിൻ്റെ ഉപയോഗം. അതൊരു പൊസഷനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹിസ് കൂടി നമ്മൾ കണ്ടു. ഹിസ് ആൻഡ് ഹിം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മൂന്നാമതൊരു ഹിസ് ഉണ്ട്. എന്താണ് ആ ഹിസിൻ്റെ അർത്ഥം? എന്താണ്? നമ്മൾ ഐ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഐ, മൈ, മൈൻ ആൻഡ് മീ. അവിടെ ഐ, മൈ, മൈൻ എന്ന സ്ഥാനത്താണ് ഈ ഹിസ് ഇവിടെ നിൽക്കുന്നത്. ഹിസ് അവൻ്റേത് എന്നാണ് അർത്ഥം. അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഒരു സെൻറ്റൻസിൽ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ദീസ് പ്രോപ്പർട്ടീസ് ആർ ഹിസ്. ഈ വസ്തുവകളെല്ലാം അവൻ്റേതാണ്. ആ ഹിസിൻ്റെ സ്ഥാനം നിങ്ങൾ കണ്ടല്ലോ. ദീസ് പ്രോപ്പർട്ടീസ് ആർ ഹിസ്. ദാറ്റ് ബുക്ക് ഈസ് ഹിസ്. ഈ സെൻറ്റൻസ് ഒരുപക്ഷെ കേട്ട് നമുക്ക് അത്ര പരിചയം ഉണ്ടാകില്ല. അത് നമുക്കൊരുപക്ഷെ സംശയം തോന്നാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. പക്ഷേ ഇതൊരു കോമൺലി യൂസ്ഡ് ആണ്, സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഗ്രമാറ്റിക്കലി വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇത്. നമുക്ക് മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ഡോണ്ട് ടേക്ക് ഇറ്റ്. അത് എടുക്കാൻ പാടില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ്. ഇറ്റ് ഈസ് ഹിസ്. അത് അവൻ്റേതാണ്. ഇറ്റ് ഈസ് ഹിസ്. ഡോണ്ട് ടേക്ക് ഇറ്റ്. ഇറ്റ് ഈസ് ഹിസ്. അപ്പോൾ രണ്ടാമത്തെ ഹിസും മൂന്നാമത്തെ ഹിസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഹിസ് എപ്പോഴും സെൻറ്റൻസിൻ്റെ അവസാന ഭാഗത്താണ് വരുന്നത്. ഇത് എടുക്കാൻ പാടില്ല, ഇത് അവൻ്റേതാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ്. ഇറ്റ് ഈസ് ഹിസ്. ഡോണ്ട് ടേക്ക് ഇറ്റ്. ഇറ്റ് ഈസ് ഹിസ്. ഇനി നമുക്ക് നാലാമത്തേത് നോക്കാം. ഹിം ആണ്. അത് നമുക്ക് കേട്ട് വളരെയധികം പരിചയമുള്ള ഒരു വേർഡാണ്. അതൊരു പ്രോനൗൺ ആണ്. പക്ഷെ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സ്വീകർത്താവിൻ്റെ സ്ഥാനത്താണ്. അതൊരു ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ്. ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നയാൾ, അല്ലെങ്കിൽ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ സ്വീകർത്താവ് ആണ് ഓബ്ജക്റ്റ്. ഹിം എപ്പോഴും ഒരു ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വരിക. നമുക്ക് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഐ ടോൾഡ് ഹിം. ഞാൻ അവനോട് പറഞ്ഞു. ഐ ആണ് സബ്ജക്റ്റ്, ടോൾഡ് വെർബാണ്, അതിൻ്റെ സ്വീകർത്താവ്. പറഞ്ഞു എന്ന് പറയുന്നത് ആ പറച്ചിൽ സ്വീകരിച്ചത്, മാറ്റർ സ്വീകരിച്ചത് അവനാണ്. അതുകൊണ്ട് ഹിം എന്നാണ് വരിക. ഐ ടോൾഡ് ഹിം. ദ ടീച്ചർ ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. ടീച്ചർ അവനോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദിച്ചത് ടീച്ചറാണ്, അത് സബ്ജക്റ്റാണ്. പറഞ്ഞു എന്ന് പറയുന്നത് ആസ്ഡ്, ചോദിച്ചു എന്ന് പറയുന്നത് ആസ്ഡ് ആണ്. അതിൻ്റെ ഓബ്ജക്റ്റ് എന്താണ്? ഹിം ആണ്. അവനോട് ഒരു ചോദ്യം ചോദിച്ചു. ടീച്ചർ ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. ദ പോലീസ് അറസ്റ്റഡ് ഹിം. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. പ്രവൃത്തി ചെയ്ത വ്യക്തി പോലീസാണ്, ചെയ്ത പ്രവൃത്തി അറസ്റ്റഡ് ആണ്. ആരെയാണ്? അതിൻ്റെ ഫലം അനുഭവിച്ച വ്യക്തിയാണ്, ഹിം ആണ്. അത് ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വരിക. ദ പോലീസ് അറസ്റ്റഡ് ഹിം. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ മിനിസ്റ്റർ ഗേവ് ഹിം ദ അവാർഡ്. ആ ഹിം എന്ന വേർഡിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ 4 പുതിയ വേർഡ്സ് കൂടി നമ്മൾ പരിചയപ്പെട്ടു. ഹി, ഹിസ് ആൻഡ് ഹിം. ഒന്നുകൂടി പറയാം. ഹി എന്നാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഹിസ് എന്നാൽ അവൻ്റെ, ഹിസ് ഹൗസ്, ഹിസ് കാർ, ഹിസ് ഡോഗ്, ഹിസ് വൈഫ്. അതൊരു ഉടമസ്ഥാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഹിസ് എന്ന് പറയുന്നത് അവൻ്റേത് എന്നാണ് അർത്ഥം. എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ദിസ് ഹൗസ് ഈസ് ഹിസ്. എക്സാമ്പിൾ നമ്മൾ കണ്ടു. നാലാമത് വരുന്നത് ഹിം ആണ്. അത് ഓബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ
ഫലം അനുഭവിച്ച അല്ലെങ്കിൽ ഒരു സ്വീകർത്താവാണ് എപ്പോഴും ഓബ്ജക്റ്റ്. അത് സെൻറ്റൻസിൻ്റെ എവിടെയാണ് വരുന്നത് എന്ന് നമ്മൾ എക്സാമ്പിൾസിലൂടെ കണ്ടു. ഈ 4 വേർഡ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അത് പഠിക്കുക മാത്രമല്ല, നമ്മൾ പറഞ്ഞ് പരിശീലിക്കണം, വോക്കൽ പ്രാക്ടീസ് ചെയ്യണം. ഞാനിവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ സെൻറ്റൻസും നിങ്ങൾ ആവർത്തിച്ച്, ഒരു സെൻറ്റൻസ് ഏറ്റവും കുറഞ്ഞത് 20 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ വോക്കൽ കോഴ്സിന് എക്സസൈസ് നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ സ്വാഭാവികമായിട്ടും ഈ സെൻറ്റൻസുകൾ നമ്മൾ സ്പോക്കൺ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന അവസരത്തിൽ, കോൺവെർസേഷൻ നടത്തുന്ന അവസരത്തിൽ സ്വാഭാവികമായി നമ്മളിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാകണം, നമ്മുടെ ബ്ലഡിൽ അത് ലയിക്കണം. വോക്കൽ കോഡിന് വേണ്ടത്ര എക്സസൈസും കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കൂ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല, പരിശീലിച്ചാൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. സൈക്ലിംഗ് പോലെ, സ്വിമ്മിങ് പോലെ, ഡാൻസിങ് പോലെ, സിംഗിങ് പോലെ ഒരു സ്കില്ലാണ് ലാംഗ്വേജ്. അത് പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് ഇവിടെ അത്ഭുതമില്ല, നിങ്ങൾ പരിശീലിക്കണം. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം ഇതൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്. നമുക്കിത് ഈ ലാംഗ്വേജിനെ കുറിച്ചുകൂടി ഒന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സംസാര ഭാഷ നമുക്ക് കൈവരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കണം. ഇതിൻ്റെ ബാക്കി ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.